പുസ്തക വായന ഒരു കാലത്ത് വലിയ ലഹരിയായിരുന്നു എന്ന് മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നെ ആകർഷിച്ച നിരവധി പുസ്തകങ്ങളുണ്ട്. അതിലൊരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അത് എഴുതിയത് മറ്റാരുമല്ല, നമ്മുടെ മലയാളത്തിലെ പ്രശസ്തയായ സാഹിത്യകാരി, നോവലിസ്റ്റ് സാറ ജോസഫാണ്. പുസ്തകം ഊരുകാവൽ. എന്തുകൊണ്ടാണ് ഊരുകാവൽ എന്ന സാറ ജോസഫിൻ്റെ നിരവധി നോവലുകൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഊരുകാവൽ എന്ന നോവല് എന്നെ ഇത്രയധികം ആകർഷിച്ചത് എന്നുള്ളത് അതിന് ചില സവിശേഷ കാരണമുണ്ട്. എൻ്റെ മനോനിലയായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ചിന്താദിശകളും അപഗ്രഥന ശേഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാരണങ്ങളാണ്. പൊതുവെ ഈ പുരാണ കഥാപാത്രങ്ങളെ അപനിർമ്മിക്കുക അല്ലെങ്കിൽ അവർ ജീവിച്ച ചരിത്ര പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അവർ ജീവിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന, കാരണം ഇതെല്ലാം സാങ്കല്പിക കഥാപാത്രങ്ങളായിരിക്കും, ചിലപ്പോൾ അതിനൊരു പ്രോട്ടോടൈപ്പ് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ റിയലായ കഥാപാത്രങ്ങളായിരിക്കും, അവരെ പിൻപറ്റി കുറച്ച് അതിശയോക്തിപരമായി എഴുതപ്പെടുന്നതായിരിക്കും പലതും. അപ്പം അങ്ങനെ ചരിത്രപരമായി പരിശോധിച്ച് അപനിർമ്മിക്കുന്ന ആ അപനിർമ്മാണങ്ങളെ പൊതുവെ, അങ്ങനെ അപനിർമ്മിക്കുന്ന സൃഷ്ടികളെ പൊതുവെ ഞാൻ അല്പം ആഹ്ലാദത്തോടു കൂടിയാണ് സ്വീകരിക്കാറുള്ളത്, വായിക്കാറുള്ളത്. അത് പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ ആയാലും, ഇരാവതി കാർവയുടെ മഹാഭാരത പഠനങ്ങളായാലും, പ്രതിഭ റായിയുടെ ദ്രൗപദി ആയാലും, ശിവാജി സാവന്തിൻ്റെ കർണനായാലും എല്ലാം തന്നെ ഈ ഗണത്തിലുള്ള എല്ലാ നോവലുകളും ആ രൂപത്തിൽ ഞാൻ വായിച്ചു. അപ്പം ആ ഗണത്തിലാണ് സാറ ജോസഫിൻ്റെ ഊരുകാവൽ എന്നെ സംബന്ധിച്ച്. ഊരുകാവൽ ഒന്ന് രണ്ട് യുക്തികൾ അതുവരെ ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ കൊണ്ടാടിയ ചില യുക്തികളെ അപനിർമ്മിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. കുട്ടിക്കാലത്ത് പഠിച്ച കഥയിൽ ബാലിയാണ് വില്ലൻ, സുഗ്രീവൻ നല്ലവനാണ്, അതുകൊണ്ടാണ് ബാലി കൊല്ലപ്പെട്ടത്. ആ ഒരു യുക്തിയാണ് കുട്ടിക്കാലത്ത് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ സാറ ജോസഫിൻ്റെ ഊരുകാവലിലേക്ക് വന്നപ്പോൾ, ആ നോവലിലേക്ക് വന്നപ്പോൾ, സുഗ്രീവൻ അധികാരത്തിനും ബാലിയുടെ ഭാര്യ താരയെ കൈയടക്കാൻ വേണ്ടിയും ഒക്കെ ചെയ്യുന്ന ഒരു ഷാഡോ വാർ, നിഴൽ യുദ്ധം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അതിൽ അത്തരം അയാളുടെ നിഗൂഢ പദ്ധതികൾക്ക് സഹായമൊരുക്കുന്നത് രാമനാണ്. രാമൻ സീതാന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ബാലിയുടെ നാട്ടിലെത്തിപ്പെടുന്നത്. അപ്പം നോവൽ തുടങ്ങുന്നത് തന്നെ ബാലിയുടെ മരണാനന്തരം സുഗ്രീവന് വിധേയപ്പെടുന്ന താരയിലൂടെ ആ ഒരു ആമുഖത്തോടു കൂടിയാണ് നോവല് തുടങ്ങുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ബാലിയുടെ മകൻ അംഗദൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, ആ ഒറ്റപ്പെടലിലൂടെ അവൻ തേടുന്ന സത്യങ്ങൾ, നേർചിത്രങ്ങൾ, സമൂഹത്തിൻ്റെ നേർചിത്രങ്ങൾ, നേർ അനുഭവങ്ങൾ, ചില വിശ്വാസങ്ങളുടെ പൊളിച്ചെഴുത്തുകൾ, ചില നിസ്സഹായതകൾ, ഇതൊക്കെ കൂടിക്കലർന്നാണ് അംഗദൻ്റെ യാത്ര എന്ന് പറയുന്നത്. അപ്പം ആ അർത്ഥത്തിൽ അംഗദനോട് ചേർന്നാണ് നമ്മൾ ആ നോവലിലൂടെ സഞ്ചരിക്കുക. മറ്റേത് കഥാപാത്രങ്ങളെക്കാളും അംഗദനോട് പക്ഷം ചേർന്നാണ് നമ്മൾ ആ നോവലിലൂടെ സഞ്ചരിക്കുക. അപ്പം അങ്ങനെ ആ നോവൽ വികസിക്കുന്ന ഘട്ടത്തിൽ രാമനോട് സന്ധി ചെയ്തതുകൊണ്ട്, രാമൻ്റെ സന്ധി കരാർ ചെയ്തതുകൊണ്ട്, കരാർ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ സുഗ്രീവൻ്റെ സൈന്യം സീതയെ തേടി പോകുന്നതും അതിൽ വളരെ ചെറുപ്രായത്തിലുള്ള അംഗദൻ പെടുന്നതും
ഭീകരമായ കൊടു വനാന്തരങ്ങളിലൂടെ അവർക്ക് അതിനുവേണ്ടി സഞ്ചരിക്കേണ്ടി വരുന്നത്, ഒരുപാട് സേനാനികളുടെ ജീവൻ നഷ്ടപ്പെടുന്നു ആ യാത്രയിൽ. ഇതൊക്കെ ആ യാത്രയിലുടനീളം അംഗദന്റെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, തൻ്റെ പിതാവിനെ ഒളിച്ചു നിന്ന് അമ്പെയ്ത് കൊന്ന ഒരാളുടെ അഭിലാഷങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കപ്പെട്ട് സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥ, അതിൽ അംഗദനിലുണ്ടാക്കുന്ന സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങൾ ശരിക്കും സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ അംഗദന്റെ മനസ്സിനോട് എളുപ്പം ചേർന്ന് നിൽക്കാൻ കഴിയും. കാരണം ഇഷ്ടപ്പെടാത്തത് പലതും ചെയ്യേണ്ടി വരിക, ഇഷ്ടപ്പെടാത്ത ആളുകളെ നമുക്ക് സഹിക്കേണ്ടി വരിക. അപ്പം ഇതൊക്കെ തന്നെ നമ്മളെ അംഗദനോട് ചേർന്ന് നിൽക്കാൻ വല്ലാതെ വ്യഗ്രതപ്പെടുത്തും മാനസികമായി. അപ്പം ആ യാത്ര സീതാന്വേഷണത്തിലേക്ക്, അതിൻ്റെ അവസാന പരിണിതിയിലേക്ക് എത്തുന്നു. സീതയെ കണ്ടെത്തുന്നു. അപ്പം അതിനുവേണ്ടി രാവണനുമായിട്ട് വലിയ യുദ്ധം നടക്കുന്നു. രാവണൻ ബാലിയായിട്ട് സന്ധി ചെയ്ത ഒരാളാണ്. ഇവർ തമ്മിലുള്ള ഒരു സംഘർഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവർ ഒരു ഘട്ടത്തിൽ സന്ധി ചെയ്ത ആൾക്കാരാണ്. എങ്കിലും ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നു. അങ്ങനെ അവസാനം യുദ്ധത്തിൽ രാമൻ ജയിക്കുന്നു. അപ്പം ഇതിന് സമാന്തരമായി അംഗദനിൽ വളർച്ച പ്രാപിച്ച ഒരു പ്രതികാരത്തിൻ്റെതായിട്ടുള്ള ഒരു ബീജമുണ്ട്. ആ പ്രതികാരത്തിൻ്റെ ബീജം എന്നുള്ളത് രാമനെ കൊല്ലുക എന്നുള്ളതാണ്. രാമനാണ് എൻ്റെ അച്ഛനെ, മഹാനായിട്ടുള്ള ബാലിയെ, ആ ബാലിയെ കൊലപ്പെടുത്തിയത് രാമനാണ്. അപ്പം അതുകൊണ്ട് രാമനെ കൊല്ലുക എന്നുള്ള ഒരു തീരുമാനത്തിൽ അംഗദനെത്തും. അങ്ങനെ അയാൾ രാമനെ കൊല്ലാൻ വേണ്ടി യാത്ര പോകും. ആ പർണകുടീരത്തിലേക്ക് രാമനെ കൊല്ലാൻ വേണ്ടി എത്തുന്നു. അവിടെ ആ ശ്രമത്തെ തടയുന്നത് സീതയാണ്. സീതയ്ക്ക് മുന്നിൽ അംഗദൻ അശക്തനായി പോവുകയാണ്. ഒരുപാട് മനുഷ്യരുടെ നിസ്സഹായതകൾ, സീതയുടെ നിസ്സഹായതകൾ, അംഗദന്റെ നിസ്സഹായതകൾ, ഈ നിസ്സഹായതകളുടെ മേലെയാണ് രാമന്റെ വിജയം ആഘോഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ബാലിയുടെ ക്രൂരമായിട്ടുള്ള കൊലപാതകം, നീതിരഹിതമായ കൊലപാതകം, അപ്പം ഇത്തരം വസ്തുതകളുടെ മേലെയാണ് രാമന്റെ വിജയം ആഘോഷിക്കപ്പെടുന്നത്. ഇതാണ് ഈ നോവല് ഏറ്റവും ഹ്രസ്വമായിട്ട് പറയാൻ ശ്രമിക്കുന്ന കാര്യം. അപ്പം അത്തരം അപനിർമ്മിതികൾ പലപ്പോഴും നമുക്ക് രസകരമായ വായന പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ആ നിലയ്ക്ക് സാറാ ജോസഫിൻ്റെ ആ ചിന്തകളോടും യുക്തികളോടും ആഖ്യാനങ്ങളോടും ഒക്കെ ദാർശനികതയോടും രാഷ്ട്രീയത്തോടും, ഇതിന് സമാന്തരമായ ഒരു രാഷ്ട്രീയമുണ്ട്, അധിനിവേശത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. സ്വന്തം മണ്ണ് നഷ്ടപ്പെടുന്ന ഒരുവൻ്റെ ആന്തരിക സംഘർഷങ്ങളും അതിൻ്റെ രാഷ്ട്രീയവും, അതൊക്കെ മനോഹരമായി ഈ നോവല് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം വായിക്കാത്ത ആൾക്കാർ, വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയ നോവലാണ് ഊരുകാവൽ, ഇനിയും വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജൻസി എന്നെല്ലാം പറയുന്ന തലമുറയിൽപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ നോവല് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ.